കണ്ണൂർ തോട്ടട തലശ്ശേരി റൂട്ടിലെ സ്വകാര്യ ബസ് സമരം പിൻവലിച്ചു. കെ സുധാകരൻ എം പി ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 6 ദിവസമായി തുടരുന്ന സമരമാണ് എം പിയുടെ ഇടപെടലിൽ അവസാനിച്ചത്. നടാലിൽ അടിപ്പാത വേണമെന്ന ആവശ്യം കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് എം പി ബസ് ഉടമകൾക്ക് ഉറപ്പു നൽകി. കണ്ണൂർ തോട്ടട തലശ്ശേരി റോഡിലെ നടാലിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് കഴിഞ്ഞ 6 ദിവസമായി സ്വകാര്യ ബസ് ഉടമകൾ സമരം നടത്തിവന്നത്. 60ഓളം സ്വകാര്യ ബസ്സുകളാണ് സർവീസ് നിർത്തിവച്ചിരുന്നത്. സമരം തീർക്കാൻ ജില്ലാ ഭരണകൂടം മുൻകൈ എടുക്കാത്തതിനെ തുടർന്നാണ് കെ സുധാകരൻ എം പി വിഷയത്തിൽ ഇടപെട്ടത്. ബസ് ഉടമകളുമായി എം പി ചർച്ച നടത്തി. ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കണ്ണൂർ നഗരത്തിൽ നിന്ന് തോട്ടട വഴി തലശ്ശേരിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകൾ 7 കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ട സാഹചര്യം ബസ്സുടമകൾ എം പിയെ ധരിപ്പിച്ചു. ഇങ്ങനെ സർവീസ് നടത്തിക്കൊണ്ടുപോകാൻ കഴിയില്ലെന്ന കാര്യവും ബസ്സുടമകൾ എം പിയോട് പറഞ്ഞു. നടാൽ OK UP സ്കൂളിന് സമീപം അടിപ്പാത അനിവാര്യമാണ്. ഇക്കാര്യം തങ്ങൾ നേരത്തെ തന്നെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്നും ബസ്സുടമകൾ എം പിയെ അറിയിച്ചു. താൻ ഈ വിഷയത്തിൽ നേരത്തെ തന്നെ പലവട്ടം ഇടപെട്ടിട്ടുണ്ടെന്നും പാർലമെന്റിലടക്കം വിഷയം ഉന്നയിച്ചിട്ടുണ്ടെന്നും എം പി ബസ്സുടമകളെയും അറിയിച്ചു. ബസ്സുടമകളുടെ മാത്രം പ്രശ്നമല്ല ഇതെന്നും ഈ വിഷയം കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽ വീണ്ടും പെടുത്തുമെന്നും എം പി ബസ്സുടമകൾക്ക് ഉറപ്പു നൽകി. ബസ് സമരം മാറ്റിവെക്കണമെന്നും എം പി ആവശ്യപ്പെട്ടു. എം പിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ബസ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ബസ് സർവീസ് നിർത്തിവെക്കുകയല്ലാതെ മറ്റു പോംവഴികൾ ഇല്ലെന്നും രാജ്കുമാർ കരുവാരത്ത് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.